ഹലോ. നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ്. കുഞ്ഞു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 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 എനിക്ക് എങ്ങനെ ഇൻട്രോ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അങ്ങനെ പറയാം. സംഭവം നമ്മളിപ്പോൾ ഒരു വ്ലോഗ് ഇട്ടിട്ട് കുറേ ദിവസമായല്ലോ. അപ്പോൾ ഇന്നൊരു യാത്ര പോവാണ്. സംഭവം എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് വഴിയെ പറയാം. ഹലോ, നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാട്ടോ. അപ്പോൾ എങ്ങനെയാ ഇതിന്റെ ഒരു ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയാൻ വയ്യ. ഈ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ കുറച്ചധികം നാളായെന്ന് വേണം പറയാം. ഇത് പൊടിയായിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് അത്രയും ദൂരം ട്രിപ്പ് പോകാൻ നമുക്കുള്ളൊരു ധൈര്യമില്ല. പക്ഷേ ഇത് പ്ലാൻ ചെയ്ത് ആദ്യം മുതൽ എന്ന് വെച്ചാൽ ആദ്യം മുതൽ തുള്ളി ഞാനാണെങ്കിലും സമയമാവും തോറും എനിക്ക് ടെൻഷൻ ആവും. എന്താണ് ഇത്? ചിലപ്പോൾ ഒരു പാരന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. പിന്നെ എന്താ ഐബു ഈ ട്രിപ്പിൽ എങ്ങനെ ആയിരിക്കും, കുഞ്ഞിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം ഉണ്ടാവും. എൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ട് ഒരു രാത്രിയാണ് ട്രെയിൻ. അപ്പം നമ്മൾ എന്താ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു, ആളെ കംഫർട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഐബുവിന്റെ പാക്കിങ് കഴിയുമ്പോൾ തന്നെ ഞാൻ 100 വട്ടം നോക്കി ഐബുവിനെ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും മറന്നോ, അങ്ങനെ ഞങ്ങളെ പാക്കിങ് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് നടത്തി. നമ്മളൊരു പാക്കേജ് എടുത്തിട്ടുണ്ട്, ഒരു യുവർ ട്രാവൽ ബഡ്ഡി എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസിയാണ്. പക്ഷെ ഇവിടുന്ന് നമ്മൾ പോകണമല്ലോ. അപ്പം എന്താ പറയാ, എക്സൈറ്റ്മെന്റ് ആണോ ടെൻഷൻ ആണോ എന്തോ എനിക്കൊന്നും അറിയത്തില്ല. ഈ ഒരു ട്രിപ്പിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഹൈബുവിന്റെ ലൈഫിൽ ആദ്യത്തെ ലോങ് ട്രിപ്പാണ്. രണ്ട്, ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം പോകുന്നത്. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു സ്റ്റേക്കേഷൻ ആണ്. പിന്നെന്താ, ഈ സ്ഥലത്ത് നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. ഐബു ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ടാണ്, ഗോവ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഗോവയിലേക്കാട്ടോ പോണത്. നമുക്ക് 8 മണിക്കാണ് ട്രെയിൻ. നമ്മൾ രാവിലെ 10 മണിക്ക് എത്തും. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. ഒരു അത്യാവശ്യം പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയാണ് ബെഡൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇനി കുറച്ച് ചില്ലറ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വരും, നമ്മൾ ഇറങ്ങും. പിന്നെ രാത്രി ആയതുകൊണ്ട് എനിക്കധികം മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഇപ്പം ഒന്ന് ഹൈബ്രോ വരച്ചു കൊടുത്തു, ലിപ്സ്റ്റിക് ഇട്ടു, ഒരു സ്ട്രോക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹെയർ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒരു പോണിറ്റെയിൽ കെട്ടി വെക്കണം. ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും മതി. കാരണം നമ്മളിനി ട്രെയിനിൽ കയറി ഉടനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഉറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ ഇനി ഓവർ മേക്കപ്പ് ഒക്കെ ഇട്ട് ചളവാക്കുന്നത്. റൂമിൽ നിന്ന് തുള്ളിച്ചാടി വന്ന ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഷോക്ക് അവസ്ഥയിലായി. കാരണം വീട്ടിൽ ആർക്കും വലിയ താല്പര്യമില്ല നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതിനോട്. ഐബുവിനെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. അവരുടെയൊക്കെ ഡയലോഗൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ മൊത്തം ഷോക്കായിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ട്രെയിനിൽ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ആൾ ഓണായതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. നമ്മൾ 8 മണിക്കുള്ള രാജധാനിയിലാണ് പോകുന്നത്. AC കൂപ്പയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഐബുവിൻ്റെ ലൈഫിൽ ആദ്യത്തെ ട്രെയിൻ ട്രിപ്പായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ആകെ മൊത്തം ഒരു കൺഫ്യൂഷനായിരുന്നു ഐബു എങ്ങനെയായിരിക്കും. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് സ്നാക്സും കുഞ്ഞു കുഞ്ഞു വണ്ടികളും ഒക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ മൂഡ് മാറുമ്പോൾ കൊടുത്തു. ഞാൻ പ്രതീക്ഷിച്ച അത്ര പ്രശ്നമൊന്നും അവൻ ഉണ്ടാക്കില്ല. പക്ഷേ ആൾക്ക് ട്രെയിൻ നിർത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരിക്കുകയായിരുന്നേ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം അവനെ ഒരുപാട് റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫോണിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഫോണൊക്കെ കൊടുത്തു. പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വെച്ച് നമ്മൾ ഇതിനൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആ പരിപാടി അങ്ങോട്ട് എടുത്താൽ അവൻ്റെ സ്വഭാവം ആകെ മൊത്തം അങ്ങോട്ട് മാറി ട്രിപ്പ് അങ്ങോട്ട് കൊളാം. ലിമിറ്റഡ് സ്റ്റോപ്പായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഗോവയിലെത്തും. 2 വർഷത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ട്രെയിനിൽ പോകുന്നത്. പക്ഷേ ഈ ട്രെയിൻ അടിപൊളിയായിരുന്നു കേട്ടോ. വിചാരിച്ച അത്രയൊന്നുമില്ല. നല്ല ക്ലീൻ ആയിരുന്നു. ബാത്റൂം ആണെങ്കിലും ഒക്കെ. പക്ഷേ നമ്മൾ ബാത്റൂമിലൊന്നും കയറിയില്ല. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടി. പിന്നെ കുറച്ചധികം സമയം നമ്മൾ ഐബുവിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഓരോന്നൊക്കെ ഫോണിൽ കാണിച്ചു കൊടുക്കുകയും ഞങ്ങൾ രണ്ടും ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. നട്ടപ്പാതിര ആയപ്പോഴാട്ടോ ഉറങ്ങാൻ കിടന്നത്. അതുവരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഐബു കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും ഉറങ്ങാൻ കുറച്ചധികം സമയം. പിന്നെ ഈ ഒരു ഉറക്കം ഞങ്ങൾ അങ്ങോട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്നതേ ഗോവയിലെത്തിയിട്ടാട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നേ. വെളുപ്പാങ്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഭയങ്കര മഞ്ഞൊക്കെ മൂടിക്കിടക്കായിരുന്നു. ഞാനിതൊന്നും കണ്ടില്ല. ഇതൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോയിലാണ് കാണുന്നത്. ഇതൊക്കെ കാണാൻ കാരണമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഉറക്കം. അമ്മാതിരി ഉറക്കമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. കാരണം വെളുപ്പാങ്കാലം വരെ ഞാനും ഐബുവും ട്രെയിനകത്ത് എന്തൊക്കെയോ ബഹളങ്ങളായിരുന്നു. പിന്നെ ഏകദേശം ട്രെയിൻ ഒന്ന് വെട്ടം വെച്ചപ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും എണീച്ചിട്ടുണ്ടായിരുന്നു. എണീച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഐബുവിന് മുഖമൊക്കെ ഒന്ന് കഴുകി ഐബുവിനെ ഒന്ന് ഫ്രഷ് ആക്കി ഒന്ന് കുഞ്ഞിപ്പല്ലൊക്കെ തേച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഐബു ഓക്കെ ആയി. പിന്നെ ഞാൻ ഒരുവിധം സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായത് തന്നെ അതൊക്കെ ആട്ടോ അവന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു.
ഐബുൻ്റെ വിചാരം നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാ. ഇടയ്ക്ക് അവൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഉമ്മാടെ അടുത്തേക്ക് പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാട്ടോ അവനെ കൊണ്ടുപോകുന്നത്. അവന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നമ്മൾ വേറൊരിടത്തേക്ക് പോവുകയാണെന്ന്. അതവന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും പറഞ്ഞില്ല. നമ്മൾ ഉമ്മ അടുത്തോട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞേ പോയി. അങ്ങനെ കൃത്യം 10 ആയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ മഡ്ഗോവനിലെത്തി കേട്ടോ. സ്റ്റേഷനൊക്കെ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു വലിയ ആളും ബഹളമൊന്നും ഉണ്ടാവില്ല. ബട്ട് അങ്ങനെയല്ല. കുറച്ചധികം ആളും ബഹളവും നമ്മളെ കാത്ത് കുറച്ച് അപ്പുറത്തോട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സൈഡൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് സീസൺ ടൈമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ആളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ടാക്സിയൊക്കെ റെഡി ആയിരുന്നു. നമ്മൾ അതിൽ കയറി നേരെ നമ്മുടെ സ്റ്റേയിലേക്കാട്ടോ പോയത്. അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടപ്പായിരുന്നു. അമ്മാതിരി ക്ഷീണം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്ക് 56 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് തന്നെ എണീച്ച് നിൽക്കാനുള്ള ത്രാണി പോലും ഉണ്ടായിരുന്നില്ല. ഒരു കട്ടിലുണ്ടായിരുന്നെങ്കിൽ കിടക്കായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ അവസ്ഥ. ഐബു കാറിലും ഇടയ്ക്കൊക്കെ നല്ലപോലെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് ചുറ്റുമൊക്കെ നോക്കിയിട്ട് നമ്മളിത് എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളൊരു മട്ടിലിരിപ്പായിരുന്നു. എനിക്കാണെങ്കിൽ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ സൈഡ് സീറ്റിൽ വലഞ്ഞിങ്ങനെ ഒരു ഇരിപ്പാ. പണ്ടേ ഞാൻ ട്രിപ്പ് പോകുമ്പോൾ തുള്ളി തുള്ളി നിന്നിട്ട് സ്ഥലം എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. എനിക്കൊന്ന് സമാധാനമായത് ഈ സ്റ്റേ എത്തിയപ്പോഴാട്ടോ. നല്ല കാമായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു നമുക്കവർ അറേഞ്ച് ചെയ്തിരുന്നതേ. നമ്മുടെ ഒരു ഹോംലി ഫീലൊക്കെ ഉണ്ട് സംഭവം. നല്ല തണലും കുറേ മരങ്ങളും ഒക്കെ ആയിട്ട്. അവരുടെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും അടിപൊളി. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇതാണ് ഫ്രണ്ട് വ്യൂ. നല്ല പീസ്ഫുള്ളായിട്ട് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സെറ്റാണ്. ഇതാണ് ഫുൾ വ്യൂ. ഈ ബിൽഡിങ്ങാണ് നമ്മളുടെ ഈ നേരെ കാണുന്നത്. ഇത് നമുക്കിന്ന് ഗോവ കറങ്ങാനുള്ള വണ്ടിയാണ്. ഇത് വേറൊരു ബിൽഡിങ്. ഇതാണ് ബാക്ക് വ്യൂ ബിൽഡിങ്ങിൻ്റെ. ഫുള്ള് സെറ്റാണ്. ഇവിടെ റൂംസ് ആയാലും ഇവരുടെ സർവീസ് ആയാലും എല്ലാം സൂപ്പറാണ്. ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് നമ്മുടെ റൂം. ഒരു റൂം ആൻഡ് നെക്സ്റ്റ് ഈസ് അവർ റൂം. ഹായ്, ഇതാണ് നമ്മുടെ റൂം. വിശാലകരമായ റൂം. ഫ്രിഡ്ജുണ്ട് ആൻഡ് റെസ്റ്റ് ഓൾ തിങ്സ്. ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള സർവീസും കാര്യങ്ങളുണ്ട്. TV, ഫുൾ നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ AC ഉണ്ട്. പിന്നെ നമുക്കിവിടെ അത്യാവശ്യത്തിന് സ്റ്റോറേജ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂം ഈസ് ഓൾസോ വെരി നീറ്റ് ആൻഡ് ക്ലീൻ. സോ പെർഫെക്റ്റ്. ഈ ഒരു വ്ളോഗിൽ എൻ്റെ ഫേവറേറ്റ് പാർട്ടാട്ടോ നിങ്ങൾ കണ്ടത്. ആൾ അങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ക്യാമറയിൽ. എന്ത് പറ്റിയെന്ന് അറിയില്ല. എനിക്ക് വയ്യാത്തോണ്ടായിരിക്കണം. റൂമിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തു തന്നു. പിന്നെ ഏകദേശം വെയിലൊക്കെ ഒന്ന് താന്നപ്പോൾ നമ്മൾ റൂമിലിട്ടിരുന്ന ആ സെയിം ഡ്രസ്സിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്കൊന്ന് ഒരുങ്ങാനുള്ള ത്രാണി പോലും ഇല്ല. അമ്മാതിരി ഞാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എങ്കിലും ഗോവയിലൊക്കെ എത്തിയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ദിവസം തന്നെ നമ്മൾ വൈകുന്നേരം ഒരു ബീച്ച് കാണാനായിട്ട് ഇറങ്ങി. ഇപ്പോഴും പൂർണ്ണമായിട്ട് വെയിൽ പോയിട്ടൊന്നുമില്ല. അത്യാവശ്യം വെയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എങ്കിലും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മളങ്ങോട്ട് പോയി. ഐബും തൊപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇവിടെ എത്തുമ്പോൾ നല്ല വെയിലായിരിക്കുമെന്ന്. പക്ഷേ ഇവനിത് വെക്കാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് നേരെ അവിടുന്ന് ബാഗ ബീച്ചിലോട്ടിങ്ങ് പോരുന്ന കേട്ടോ. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഒരുങ്ങിയൊക്കെ ചെയ്യായിരുന്നു. ഞാൻ എന്തിനാണ് ഈ കോലത്തിൽ ഇങ്ങ് വന്നതെന്ന്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് ഓണായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഏതോ പടത്തിൽ ജയറാമേട്ടൻ പറയുന്ന പോലെ നമ്മളെയൊക്കെ ഇവിടെ ആരും മനസ്സിലാക്കാനാണ്. നമ്മൾ ബസ്സിലേറിയാൽ നമ്മുടെ കഴുത്തിൻ്റെ അത്രയല്ലേ കാണുള്ളൂ പുറത്തോട്ട്. പുറത്തിറങ്ങിയാലോ ഇവിടെ ഫുള്ള് നമുക്കറിയാത്ത ആൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് സമാധാനിച്ച് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് നമ്മൾ 1 അവറിലേക്ക് 100 രൂപ അവർക്ക് കൊടുക്കണം കേട്ടോ. ബീച്ചിൽ ആ കുടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കാം. ഐബുവിന് ഞാൻ അവിടുന്ന് ഒരു ഹണി വിത്ത് പാൻ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം വെയിൽ താന്നപ്പോഴത്തേക്ക് തന്തേ മോനും ഓടടാ ഓടി.
എനിക്ക് പിന്നെ ഓടാനുള്ള ത്രാണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. ഇവിടെ ഈ സൈഡിലൊന്നും അധികം തിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയൊക്കെ നിൽക്കാം. പിന്നെ ഐബുവിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഐബുവിനെ പക്ഷേ ഈ ഒരു ട്രിപ്പ് നല്ലപോലെ ഐബു എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു അവൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീട്ടിലുള്ള എല്ലാവരെയും കാണണമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി നമ്മളെയും കൂടി ആകെ ഷോക്കാക്കുമെന്ന്. ഞാനാണ് വയ്യാണ്ട് ഷോക്കായിട്ടിരുന്നെങ്കിലും അവന് ബീച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആളിവിടെ എല്ലാം നല്ലപോലെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല ഹാപ്പിയായിരുന്നു. ബാഗിലെത്തി ഐബു ഒരുവിധം സെറ്റായപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ ആയി കേട്ടോ. ഇവിടുന്ന് നേരെ അങ്ങ് റൂമിൽ പോകാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഐബു ഓടാന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കും കുറച്ച് ആശ്വാസമായിട്ട് ഞാൻ പറഞ്ഞു നമുക്കിനി അടുത്ത ബീച്ചിലും കൂടെ പോയിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാം, അതല്ലേ നല്ലത്. ഗോവ വന്നാൽ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലൊന്നും വരാത്തതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. യാത്രയുടെ ചെറിയൊരു ക്ഷീണം അതാണ് എന്നെ ഇത്രയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നമ്മളൊരു കരിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഐബുവിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. ഇവിടെ നല്ല ചൂടുണ്ട്. നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചും കൂടി ചൂടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എവിടെ പോയാലും എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചാടുന്നത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇവിടുന്ന് പറ്റിയ അബദ്ധമാണ് ഈ പ്ലേറ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ പാവ് ബജി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഒരു ലോക്കൽ ഷോപ്പിൽ കയറി ഒരു പാവ് ബജി മേടിച്ചു കേട്ടോ. ഐബു കരയുന്നത് ഐബുവിന് ഇവിടുന്ന് എങ്ങനെയും പോകണം. ഈ പാവ് ബജി തന്നെ ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ അഞ്ജനയിലേക്ക് പോയി കേട്ടോ. അവിടെയും നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ ഔറ എന്ന് പറയുന്ന ഹോട്ടലിന്റെ പേ പാർക്കിങ്ങിൽ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഒരാൾ നമ്മളെ വിളിച്ച് അങ്ങോട്ട് കയറ്റി പൈസയും മേടിച്ചിട്ട് ഈ ഹോട്ടലിന്റെ അകത്തൂടാട്ടോ നമ്മളെ പുറത്തോട്ട് കിടത്തി വിട്ടത്. അതിന്റെ ഒരാവശ്യമില്ല. അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി പോകാവുന്നതേ ഉള്ളൂ. നമ്മളും പിന്നെ ആലോചിച്ചു പെട്ടെന്ന് ഇതുവഴി ആകുമ്പോൾ ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങാലോ എന്ന് വിചാരിച്ച് 20 രൂപ കളഞ്ഞാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞു അതുവഴി അങ്ങോട്ട് കയറി. അതുകൊണ്ടൊരു അടിപൊളി വ്യൂ ഒക്കെ കണ്ടു കേട്ടോ. അതുകൊണ്ട് ആ പൈസ കളഞ്ഞതിൽ എനിക്ക് വലിയ നഷ്ടമൊന്നും തോന്നിയില്ല. ആള് പറയുന്നുണ്ടായിരുന്നു ഒരാവശ്യമില്ലായിരുന്നു, നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ വരാവുന്നതേ ഉള്ളൂ. പക്ഷെ അഞ്ജന ലാസ്റ്റ് ടൈം വന്നതുപോലെ അല്ല കേട്ടോ. ബീച്ച് ഭയങ്കരമായിട്ട് മാറി. ഈ കല്ലും മണ്ണും ഒക്കെ കണ്ട് അവിടെ ഇങ്ങനെ അധികം ഇരിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനിൽ കിടക്കുമായിരുന്നേ. അപ്പുറത്തെ സൈഡിലോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വന്നിറങ്ങിയ ആ ഒരു സൈഡ് അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്പോട്ടായിട്ടാണ് തോന്നിയത്. എനിക്ക് ഐബുവിനെയും കൊണ്ട് ഇതുവഴി നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഐബു ആണെങ്കിൽ എന്നെക്കൊണ്ട് ബീച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ മണ്ണൊക്കെ മാറി കളിക്കാമല്ലോ. ആളുടെ മണ്ണിലൊന്നും കളിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അലർജി ഉണ്ടായതുകൊണ്ട്. പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ട് അവൻ നീ മണ്ണിൽ കളിക്കണ്ട, നീ വെള്ളത്തിൽ കളിക്കണ്ട എന്നൊക്കെ പറയുന്ന മോശമല്ലേന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കണ്ണടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഞാനാണെങ്കിൽ മേക്കപ്പ് പോലും ചെയ്തിട്ടില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊക്കെ ഒരുങ്ങി വരാമെന്ന് തോന്നിയെങ്കിലും എന്തായാലും ഇറങ്ങിപ്പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ചൊന്നും പോകാൻ നിന്നില്ല. കാരണം ഐബു ഉറങ്ങിയാൽ ഉടനെ നമുക്ക് തിരികെ പോകണം. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഐബു ഉറങ്ങും. അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിൽ തന്നെയുള്ള ഒരു കഫേയിലാട്ടോ കയറിയത്. ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഫുഡാണെങ്കിലും എല്ലാ ഐറ്റംസും. കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ നമ്മൾ പാഴ്സൽ എടുത്താട്ടോ കഴിച്ചത്. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനുള്ള മടി കാരണം ആൾ പോയി പാഴ്സൽ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അതുകൊണ്ട് വൈകിട്ട് എന്തായാലും ഒരു ബീച്ച് വൈബുള്ള കഫേയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ കുറേ തപ്പിയിട്ട് നമ്മളൊരു കഫേ അങ്ങോട്ട് ഉറപ്പിച്ചപ്പോഴത്തേക്ക് അത് ബീച്ചിന്റെ എൻഡിലായിരുന്നു കേട്ടോ. അത്രയും ദൂരം എന്തായാലും ഐബുവിനെയും കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ബൈക്ക് എടുത്തിട്ട് നമുക്ക് പോവാം, അങ്ങോട്ട് നേരെ റോഡ് വഴി പോകാം, എന്നിട്ട് ബീച്ചിലൂടെ ഇറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വന്ന നല്ല അടിപൊളി ഒരു കഫേയിലായിരുന്നു കേട്ടോ. ഇവിടെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ പറ്റുന്ന കണക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പറ്റത്തില്ലല്ലോ. ഐബുവിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് അന്വേഷിച്ചാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. കാരണം ബീച്ചിലൊക്കെ ആകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ കിട്ടുള്ളൂ. ഇവിടെ ആകുമ്പോൾ നൂഡിൽസ് കിട്ടും, പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസും അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ അങ്ങോട്ട് ഉറപ്പിച്ചു. ഇവിടെ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇവിടെ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മളൊരു സീറ്റ് അങ്ങോട്ട് ഉറപ്പിച്ചു. അവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോറിനേഴ്സ് അവിടെ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് ഇങ്ങനെ സമയമൊക്കെ എടുത്ത് സിപ്പ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചധികം കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചർച്ചയൊക്കെ ചെയ്താട്ടോ നമ്മൾ കഴിച്ചത്. കാരണം അവിടെ ഇന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നൂല. നമുക്കിങ്ങനെ കഴിച്ച് ഇങ്ങനെ അവിടെ ചില്ല് ചെയ്തിരിക്കാൻ തോന്നും. ഞാനൊരു സ്റ്റീക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐബുവിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ നാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്തായിരുന്നു ഗോൾഡൻ പ്രോൺസോ അങ്ങനെ കുറച്ച് സാധനം, നൂഡിൽസ് അങ്ങനെയൊക്കെ ആട്ടോ കഴിച്ചത്. നല്ല റേറ്റ് ഉണ്ട് അവിടെ എല്ലാത്തിനും. ഒരു ജ്യൂസിന് പോലും ഒരു ചാർജ് ചെയ്യുന്നത് 150 റുപ്പീസൊക്കെ ആട്ടോ. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഐബു നല്ല ഉറക്കമായിട്ടുണ്ട്. പിന്നെ ഐബുവിനെ അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയായിരുന്നു കേട്ടോ. റൂമിലേക്ക് പോകുന്നതാണ് ഈ ജെലാറ്റോയുടെ ഷോപ്പ് കണ്ടത്. സംഭവം എനിക്ക് ട്രൈ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഐബുവിന് എന്തായാലും ഐബു ഉറങ്ങല്ലേ, തണുപ്പൊന്നും ഐബുവിന് കൊടുക്കാറില്ല. നമുക്കൊരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി. അതിൽ ബിസ്കോഫ് ആട്ടോ എടുത്ത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്കെല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി 2 ഡേയും കൂടെ നമ്മളിവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്ന് വെച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബിസ്കോഫ് പറഞ്ഞു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ട്രൈ ചെയ്തില്ലെങ്കിൽ നഷ്ടമായി പോയിനെ, അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോയി കേട്ടോ.